സുപ്രീം കോടതിയുടെ 19/2/2026 പുറപ്പെടുവിച്ച നിശിത വിമർശനങ്ങൾ അടങ്ങിയ ഫ്രീ ബി വിധി. എന്താണ് വിധി വന്നിട്ട്? വിധിയല്ല, ശരിക്കും വിമർശനങ്ങൾ നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തിൻ്റെ ബേസിസിലാണ്? അതായത് ഇപ്പോൾ ഏതാനും 4 സംസ്ഥാനങ്ങളിൽ ഈ 2026 ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഈ സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് BJP അധികാരത്തിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതര ഗവൺമെൻറ്റുകളാണ്. അപ്പോൾ ഇതൊന്നും അല്ല, സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല. പക്ഷേ ഈ പറയപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ സംഭവിച്ചേക്കാവുന്ന ഒന്നാണ് ഈ ഫ്രീ ബീസിൻ്റെ പ്രഖ്യാപനം. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് സുപ്രീം കോടതി ഇങ്ങനെയൊരു വിമർശനവുമായി മുൻപോട്ട് വരുന്നത്? തമിഴ്നാട്ടിലെ ഇൻകം ലെവൽ നോക്കാതെ എല്ലാവർക്കും, അതായത് സാർവത്രികമായി ഫ്രീ ഇലക്ട്രിസിറ്റി നൽകാനുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം, ആ തീരുമാനത്തിനെതിരെ പവർ ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷനാണ് സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി പറയുന്നത് ഇങ്ങനെ ഫ്രീ ബീസ് കൊടുക്കുന്നത് തെറ്റാണ്. പ്രത്യേകിച്ച് തീരെ പാവപ്പെട്ടവർക്ക് ഇലക്ട്രിസിറ്റി ഫ്രീ ആയി കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷേ അത് സാർവത്രികമായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രിസിറ്റി മേഖല തന്നെ അത് ഗവൺമെൻറ്റിന് ഒരു ബാധ്യതയായി മാറും. ഗവൺമെൻറ്റിന് ബാധ്യതയായി മാറുക, അത് സുപ്രീം കോടതി അങ്ങനെ പറയുന്നില്ല. പക്ഷെ നമുക്കറിയാം ഗവൺമെൻറ്റിന് അത് ബാധ്യതയായി മാറും. ഗവൺമെൻറ്റിന് ബാധ്യതയായി മാറുക എന്ന് വെച്ചാൽ അതിൻ്റെ വരുമാനം നിന്നു പോകും, പക്ഷേ ചിലവിൽ കുറവില്ല. അപ്പോൾ ഈ വരുമാനം നിന്നു പോകുമ്പോൾ ചിലവ് എവിടുന്നാണ് കണ്ടെത്തേണ്ടത്? ചിലവ് കണ്ടെത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നാണ്. ഈ ഖജനാവിൽ വരുന്ന വരുമാനം എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്ന വരുമാനമാണ്? അത് സാർവത്രികമായും ജനങ്ങളിൽ നിന്ന് വരുന്ന വരുമാനമാണ്. അപ്പം അങ്ങനെ വരുമാനം എടുത്ത് ചെലവഴിക്കേണ്ട ഒരവസ്ഥ വന്നാൽ അതും അസമത്വം സൃഷ്ടിക്കും. ആ അസമത്വ സൃഷ്ടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മനസ്സിലുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ നാൾ വഴികളിലേക്കൊന്ന് പോയാലോ? ഈ പറയപ്പെട്ട ഫ്രീ ബീസിൻ്റെ നാൾ വഴി. ഫ്രീ ബീസ് എല്ലാ കാലത്തും പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ തന്നെ ശ്രീമതി ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, അല്ലെങ്കിൽ അവർ ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്തിരുന്ന കാലത്ത് വലിയ തോതിൽ ഫ്രീ ബീസ് കൊടുത്ത് ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ അവർ ഇലക്ഷൻ ജയിക്കുകയും ചെയ്തിരുന്നു. മറ്റ് നേതാക്കന്മാരും ഒട്ടും കുറവല്ല. പക്ഷേ അക്കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ശ്രീമതി ജയലളിത ആയിരുന്നു എന്നാണ് ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് പോകട്ടെ. അപ്പോൾ ജയലളിതയെ പോലെ തന്നെ അതിനു മുൻപും അതിന് പിൻപും തമിഴ്നാട്ടിലും ഇന്ത്യയിലും വിവിധ സംസ്ഥാനങ്ങളിലും ഈ ഫ്രീ ബീ സംസ്കാരം വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ബീഹാറിലെ ഇലക്ഷൻ നടന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? അതായത് 2025 ബീഹാറിലെ ഇലക്ഷൻ. ആ ബീഹാറിലെ ഇലക്ഷൻ സമയത്ത് എന്ത് സംഭവിച്ചു? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ബീഹാറിലെ മുഴുവൻ സ്ത്രീ വോട്ടർമാർക്ക്, സമ്മതിദായകർക്കും 10,000 രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനേക്കാൾ വലിയ ഫ്രീ ബി എന്താണ് പറയാനുള്ളത്? അപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് മാത്രം അവിടെ ഫ്രീ ബി കൊടുക്കുമെന്ന് പറഞ്ഞത്? ബിക്കോസ് ബീഹാർ ഇത്ര കാലം, അതായത് 1947 മുതൽ ഇതുവരെ ഭരിച്ചിട്ട് ഏറ്റവും ദരിദ്ര സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കഴിയുകയാണ് ബീഹാർ ഇപ്പോഴും. അപ്പോൾ ഈ ഭരണകർത്താക്കളും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ എവിടെയായിരുന്നു എന്ന സംശയം നമുക്കുദിക്കും. ഏതായാലും അങ്ങനെയുള്ള ആ ബീഹാറിൽ വോട്ടേഴ്സിൻ്റെ ലിസ്റ്റിനകത്ത് 7,71,00,000 വോട്ടേഴ്സ് ഉള്ളതിൽ 71% പേരും സ്ത്രീകളാണ്. അതായത് 5 കോടിയിലധികം സ്ത്രീ വോട്ടർമാരാണ് ബീഹാറിലുള്ളത്. അപ്പോൾ ഈ 5 കോടിയിലധികം സ്ത്രീ വോട്ടർമാർ, ബാക്കി പുരുഷന്മാരെവിടെ പോയി? നമ്മൾ ബീഹാറിൻ്റെ സെക്സ് റേഷ്യോ ഒന്ന് പരിശോധിച്ച് നോക്കൂ. 593 സ്ത്രീകളാണ് 1000 പുരുഷന്മാർക്കുള്ളത്. മറിച്ച് കേരളത്തിലെ സെക്സ് റേഷ്യോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സുഹൃത്തുക്കളെ? അതായത് 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളാണ് കേരളത്തിലുള്ളത്. എന്ന് വച്ചാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറച്ചു മാത്രം സ്ത്രീ ഭ്രൂണഹത്യ നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഇല്ലാതില്ല, അങ്ങിങ്ങായിട്ടൊക്കെ ഉണ്ട്. മറിച്ച് ബീഹാർ ഇതിനെ പേര് കേട്ട ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് എന്താണ് സെക്സ് റേഷ്യോ? 893 സ്ത്രീകളാണ് 1000 പുരുഷന്മാർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ,
കേരളത്തിൽ 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ ഉള്ളപ്പോഴാണ് ബീഹാറിൽ 893 സ്ത്രീകളാണ് 1000 പുരുഷന്മാർക്കുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെക്സ് റേഷ്യോയിൽ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് ബീഹാറിൽ സ്ത്രീകളുടെ പദവി, അതായത് പെൺകുഞ്ഞുങ്ങളെ ഭ്രൂണത്തിലെ ഹത്യ ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഒരു വലിയ പരിധി വരെ ബീഹാർ. അപ്പോൾ ആ ബീഹാറിൽ എന്തുകൊണ്ടാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ 7.5 കോടിയോളം വരുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ 5.5 കോടിയോളം സ്ത്രീകളായി പോകുന്നത്? അവിടുത്തെ പട്ടിണി കൊണ്ട് തന്നെ. അവിടുത്തെ പട്ടിണി മൂലം പുരുഷന്മാരെല്ലാം കേരളം പോലെ ഒരുപക്ഷെ വലിയ ഒരു ഭാഗവും കേരളത്തിലായിരിക്കാം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ സ്ത്രീകളെ അവിടെ ഉള്ളൂ അധികമായിട്ട്. അതുകൊണ്ടാണ് 7.5 കോടി വോട്ടേഴ്സ് ഉള്ളതിൽ 5.5 കോടിയോളം സ്ത്രീകളാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കറിയാം ഈ 5.5 കോടിക്ക് 10,000 കോടി വീതം 10,000 രൂപ വീതം അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്ത വിജയം സുനിശ്ചിതമെന്ന്. അങ്ങനെയാണ് അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഒരു മാന്യൻ സുപ്രീം കോടതിയിൽ പോകുന്നു. ജസ്റ്റിസ് ഗവായ് റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ റൂളിംഗ് വന്നത്. അദ്ദേഹം അപ്പോൾ എന്താണ് പറഞ്ഞത്? ഫ്രീ ബീസ് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, അത് കോൺസ്റ്റിറ്റ്യൂഷന് എഗൻസ്റ്റാണ് ഫ്രീ ബീസ് എന്ന് പറയുന്നത്. അപ്പം അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് മാത്രവുമല്ല, കോടതിക്ക് അതിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ഒരു സംസ്ഥാനവും ഈ ഫ്രീ ബീസ് കൾച്ചറുമായിട്ട് പോകാൻ പാടില്ല. അതിന് കുറച്ച് മുൻപാണ്, അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുൻപാണ് ഇലക്ട്രൽ ബോണ്ട് കോടതി തന്നെ നിരോധിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. ഇലക്ട്രൽ ബോണ്ട് ആരായിരുന്നു കൊണ്ടുവന്നത്? BJP ഗവൺമെൻറ് തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്ന് BJP ഗവൺമെൻറ്റിന് തന്നെയായിരുന്നു 85% ഇലക്ട്രൽ ബോണ്ടിലെ നിക്ഷേപങ്ങൾ മുഴുവനും കിട്ടുന്നത് BJPക്കായിരുന്നു. അങ്ങനെ കൊയ്തുകൊണ്ടിരുന്നതാണ് അവസാനം സുപ്രീം കോടതി ഇടപെട്ട് ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചത്. അപ്പോൾ പകരം വേണ്ടേ? അങ്ങനെ പകരം മറ്റു മാർഗങ്ങൾ തേടി ഇറങ്ങുമ്പോഴാണ് ഇതുപോലെയുള്ള ഫ്രീ ബീസിൻ്റെ വാഗ്ദാനവുമായിട്ട് പ്രധാനമന്ത്രി തന്നെ മുൻപോട്ട് വരുന്നത്. അപ്പോഴാണ് പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി, അതായത് പ്രധാനമന്ത്രിക്ക് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ പ്രധാനമന്ത്രിക്കാണെന്ന് എന്താ പറയുക, തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആർക്കും മനസ്സിലാകും എന്നതാണ് ശരി. അപ്പം അത് മാത്രവുമല്ല, ഇപ്രാവശ്യത്തെ 2025 ഇക്കണോമിക് സർവേ റിപ്പോർട്ട് ഒന്ന് നോക്കുക. ഇക്കണോമിക് സർവേ റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് സർവേ റിപ്പോർട്ട് പറയുന്നത്? അതായത് ഇലക്ഷൻ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഫ്രീ ബീസ് കൊടുക്കുന്ന ഒരു സംസ്കാരം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റുകളിലും ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കൂടി GDPയുടെ 0.19% വരുമായിരുന്നുള്ളൂ. ശ്രദ്ധിക്കുക, GDPയുടെ നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 0.19% വരുമായിരുന്നുള്ളൂ നാളിതുവരെ. പക്ഷേ ഈ അടുത്ത കാലത്ത് എന്ത് സംഭവിച്ചു? ഈ ഫ്രീ ബി കൾച്ചർ വലിയ തോതിൽ വളർന്നു. അഥവാ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും ഇത് ഇലക്ഷൻ വിജയത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമായി സ്വീകരിച്ച്, പ്രത്യേകിച്ചും ഇലക്ട്രൽ ബോണ്ടുകൾ നിർത്തലാക്കിയതിന് ശേഷം. അപ്പോൾ എന്ത് സംഭവിച്ചതാ? ഇക്കണോമിക് സർവേ പറയുകയാണ്, ആ 0.19% ഓഫ് GDP ആയിരുന്ന ടോട്ടൽ എമൗണ്ട്, അതായത് ഈ ഫ്രീ ബി വഴി കളക്ട് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ GDPയുടെ 1.25% വർദ്ധിച്ചിരിക്കുന്നു. അതായത് 6.5 ഇരട്ടി വർധനവാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ടാണെന്ന് ഓർക്കണം. അതായത് ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചതിന് ശേഷമാണ് ഇതിൽ ഇത്ര കണ്ട് വലിയ വർധനവ് വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു നിശ്ചിത വിമർശനവുമായി മുൻപോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ വിമർശനം കണ്ടുകൊണ്ട്, അപ്പോൾ എന്താണ് സുപ്രീം കോടതി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം? ഇങ്ങനെ ഫ്രീ ബി കൊടുത്തല്ല ക്ഷേമം നിലനിർത്തേണ്ടത്. അതായത് സാമാന്യ ബുദ്ധിയുള്ള ഒരു ഗവൺമെൻറ്റിനെ, അതായത് നമ്മൾ ഒരു ഗവൺമെൻറ്റിന് അധികാരം കൊടുത്ത് വോട്ടേഴ്സ് അധികാരത്തിലേറ്റുന്ന എന്തിനാണ്? അവിടെ അവരുടെ വളർച്ചയ്ക്ക് സഹായകമായ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ, അതായത് കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, ഈ 3 മേഖലകളിലും വളർച്ചയുണ്ടാകണം. ആ വളർച്ച ഉണ്ടാവുക എന്ന് വെച്ചാൽ എന്താണ്? അവിടുത്തെ എല്ലാം ഉൽപ്പാദനം വർദ്ധിക്കുക. ആ ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ, ഒരു വശത്ത് ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ അതിനോട് ചേർന്ന് അതിനോട് ഇക്വലൻ്റ് ആയിട്ട് എന്താണ് സംഭവിക്കുക?
തൊഴിൽ സൃഷ്ടിക്കപ്പെടും. തൊഴിൽ സൃഷ്ടിക്കപ്പെടുമെന്ന് വെച്ചാൽ ഈ വളർച്ചയുടെ ഫലം ക്രമാനുഗതമായി വേതനമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. ജനങ്ങളുടെ വാങ്ങൽ ശേഷിയായി അത് പ്രവർത്തിക്കും. അങ്ങനെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യപ്പെടുകയും കൂടുതൽ കൂടുതൽ വളർച്ചയിലേക്ക്, ഈ 3 മേഖലകളുടെയും കൂടുതൽ വളർച്ചയിലേക്ക് അത് നയിക്കുകയും ചെയ്യും. അപ്പം വളർച്ച വികസനമായി മാറണം. എങ്ങനെയാണ് വളർച്ച വികസനമായി മാറുന്നത്? അമർത്യ സെൻ 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ബംഗാളി എക്കണോമിസ്റ്റാണ് അമർത്യ സെൻ. അമർത്യ സെന്നിൻ്റെ ആ ഗ്രന്ഥത്തിന് തന്നെ, നൊബേൽ പ്രൈസ് വാങ്ങിയ ഗ്രന്ഥത്തിൻ്റെ പേര് തന്നെ വികസനമാണ് സ്വാതന്ത്ര്യം, അതായത് ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ പറയപ്പെട്ട മേഖലകളിൽ, അതായത് കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവനം, ഈ 3 മേഖലകളിലും വളർച്ചയുണ്ടാവുക. ആ വളർച്ചയുണ്ടാകുന്നതിനോടൊപ്പം അതോടൊപ്പം തന്നെ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നു. തൊഴിൽ സൃഷ്ടിക്കപ്പെടുക എന്ന് വച്ചാൽ ഈ വളർച്ച വേതനമായി ജനങ്ങളിലേക്ക് വീതിക്കപ്പെടുന്നു. അങ്ങനെ അത് അവരുടെ പർച്ചേസിംഗ് പവർ, അവരുടെ വാങ്ങൽ ശേഷിയായി, അങ്ങനെ അവരുടെ ജീവിത നിലവാരം ഉയരുന്നു. അങ്ങനെയാണ് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തേണ്ടത്, അല്ലാതെ ഫ്രീ ബീസ് കൊടുത്തല്ല. കോടതി ഇപ്പോൾ എന്താണ് പറയുന്നത്? ഇങ്ങനെ ഫ്രീ ബീസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് കോടതി പറയുന്നത്? ജനങ്ങൾ മടിയന്മാരായിത്തീരും. അതായത് ഇപ്പോൾ അംഗവിഹീനരായിട്ടുള്ളവർക്ക്, 60+ പോപ്പുലേഷന്, അങ്ങനെയുള്ളവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അവർക്കൊക്കെ ഫ്രീ ബീസ് കൊടുക്കുന്നത് തെറ്റല്ല. അവരെ സംരക്ഷിക്കപ്പെടണം. അതേ സമയത്ത് സാർവത്രികമായി ഫ്രീ ബീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനുള്ള ആ താല്പര്യമാണ് തല്ലിക്കെടുത്തുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ ഇവിടെ തന്നെ എന്താണ് സംഭവിച്ചത്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് എന്താണ് സംഭവിച്ചത്? അതായത് 10,000 കോടി രൂപയാണ് സമൂഹത്തിലേക്ക് എങ്ങനെയാണ് ഇൻജക്റ്റ് ചെയ്തിറക്കുകയായിരുന്നു ഗവൺമെൻറ്. 10,000 കോടി രൂപ. ഓർക്കണം, ഇവിടെ പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ 10,000 കോടി രൂപ ഇറക്കി, ഇൻജക്റ്റ് ചെയ്യുന്നത് പോലെ ഇറക്കി. ഏതൊക്കെ തരത്തിലായിരുന്നു ആ 10,000 കോടി രൂപ? സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ 400 രൂപയുടെ വർധന. അതിൽ നമുക്ക് ആർക്കും പരിഭവമില്ല. കാരണം ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ തന്നെ ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3,000 രൂപയിലേക്ക് ഉയർത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ഗവൺമെൻറ്റിന് അവസാനത്തെ മാസങ്ങളിലെങ്കിലും 400 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ വാഗ്ദാന പാലനത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അതുകൊണ്ട് നമ്മളത് അംഗീകരിക്കുന്നു. പക്ഷേ നോക്കൂ, സ്ത്രീകൾക്ക് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് മറ്റ് പെൻഷനുകൾ ഒന്നുമില്ലെങ്കിൽ, ഏതാ ഈ മറ്റു പെൻഷനുകൾ? ഒന്നുകിൽ വിധവാ പെൻഷൻ, അതുമല്ലെങ്കിൽ അംഗവൈകല്യത്തിനുള്ള പെൻഷൻ, ഇതൊക്കെയാണ് ഈ മറ്റു പെൻഷനുകൾ എന്ന് പറയുന്നത്. അതൊക്കെ അവർ അർഹത കൊണ്ട് നേടുന്ന പെൻഷനാണ്. മറിച്ച് ഈ 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് ഇതുപോലെയുള്ള പെൻഷനൊന്നും മേടിക്കാത്തവരെന്ന് വെച്ചാൽ അരോഗ ദൃഢഗാത്രരായ ആൾക്കാരാണെന്നർത്ഥം. അങ്ങനെയുള്ള വനിതകൾക്ക് 1000 രൂപ വീതം ഓരോ മാസവും കൊടുക്കുന്നു. കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ സ്ത്രീകളെ ചേർത്ത് പിടിക്കേണ്ടത് വെറുതെ 1000 രൂപ ഇലക്ഷൻ്റെ തലേന്ന് എറിഞ്ഞു കൊടുത്തല്ല. അവർക്ക് അമർത്യ സെൻ പറയുന്നത് പോലെ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ തൊഴിലിടങ്ങൾ സൃഷ്ടിച്ച് മാന്യമായ തൊഴിൽ ചെയ്ത് നമ്മുടെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്നത് പോലെ ഡീസൻറ്റ് ജോബ്, അതായത് ഡീസൻറ്റ് സാലറി കിട്ടുന്ന ഡീസൻറ്റ് ജോബ്, അങ്ങനെയാണ് അവരെ പരിരക്ഷിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പെൻഷൻ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അമർത്യ സെൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്നത് പോലെ ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് പോലെ എന്താണ്? അതായത് നമ്മുടെ പൗരന്മാരെ മടിയന്മാരും മടിച്ചുകളുമാക്കി തീർക്കുന്ന തരത്തിലുള്ള നയങ്ങളല്ല കൊണ്ടുവരേണ്ടത്. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ഇലക്ഷന് തൊട്ട് മുൻപല്ല, ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ മുതൽ കരുക്കൾ നീക്കേണ്ടത് ഇങ്ങനെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടാനാണ്. അതായത് കാർഷിക മേഖലയിൽ, അതുപോലെ വ്യാവസായിക മേഖലയിൽ, മറ്റ് സേവന മേഖലയിൽ. ഇപ്പം നമ്മുടെ വ്യാവസായിക മേഖല തന്നെ നോക്കൂ. നീതി ആയോഗ് ഈ അടുത്തിടെ 2025-26 പഠനം നടത്തി കഴിഞ്ഞ ഡിസംബറിൽ പുറത്തിറക്കിയ
അവരുടെ പഠന റിപ്പോർട്ട്, നീതി ആയോഗിൻ്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നത്, അവർ ഒരു പരിശോധന നടത്തി. എന്താണ്? കയറ്റുമതി സജ്ജത പരിശോധന. ആ പഠനം സംസ്ഥാനങ്ങളുടെ ഓരോ സംസ്ഥാനത്തെയും പഠിച്ചു. അവയുടെ കയറ്റുമതി സജ്ജത എത്രയുണ്ട്, അതായത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് കയറ്റുമതി സജ്ജതയിൽ, കേപ്പബിലിറ്റിയിൽ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ പഠിച്ച് മാർക്കിട്ടപ്പോൾ കേരളത്തിന് കിട്ടിയ മാർക്ക് എത്രയാണെന്നല്ലേ? 53.76 മാർക്കാണ് കേരളത്തിന് കിട്ടിയത്. എന്തുകൊണ്ടാണ് കേരളത്തിന് മാർക്ക് കുറഞ്ഞു പോയത്? നീതി ആയോഗ് തന്നെ അത് പറയുന്നുണ്ട് കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം ഇവിടുത്തെ ഭൂമി ദൗർലഭ്യമാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു. കാരണം കേരളം 38,000 സ്ക്വയർ കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഒരു സംസ്ഥാനമാണ്. അതിൽ തന്നെ 19,000 സ്ക്വയർ കിലോമീറ്ററോളം സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വ്യാവസായിക മുന്നേറ്റത്തിനൊക്കെ ഭൂമി കുറവാണ്, കാർഷിക മുന്നേറ്റത്തിനും ഭൂമി കുറവ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാരണം നമുക്ക് അംഗീകരിക്കാം. പക്ഷേ രണ്ടാമത്തെ കാരണം പറഞ്ഞിരിക്കുന്നത് ഈ മത്സര സജ്ജത, അതായത് വ്യവസായങ്ങളില്ല. എന്തുകൊണ്ടാണ് വ്യവസായങ്ങളില്ലാത്ത എന്തുകൊണ്ടാണെന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ ദൗർലഭ്യമല്ല അവിടെ പ്രധാനപ്പെട്ട കാരണം വലിയ തോതിൽ ഭൂമി വേണ്ടാത്ത ധാരാളം വ്യവസായ സാധ്യതകൾ ഇന്ന് ലോകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ വിദ്യാഭ്യാസം തന്നെ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ ചെയ്തു പോവുകയാണ്. നമ്മുടെ കലാശാലകളെ വെറുതെ ഇട്ടുകൊണ്ട് ഇവിടെ നിന്ന് കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വെളിയിലേക്ക് പോവുകയാണ്. ഇവിടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുമെന്നാണ് LDF ഗവൺമെൻറ് ഓരോ ഇലക്ഷനും ഓരോ ബജറ്റിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ ബജറ്റ് കഴിയുമ്പോഴേക്കും കൂടുതൽ ബ്രെയിൻ ഇവിടുന്ന് ഡ്രെയിൻ ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോവുകയാണ്. എന്തുകൊണ്ട്? ബ്രെയിൻ ഡ്രെയിൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നീതി ആയോഗ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ബ്രെയിൻ ഡ്രെയിനിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെയും ക്യാമ്പസുകളുടെയും ഒക്കെ അതായത് ക്രിമിനലൈസ് ചെയ്തിരിക്കുന്ന രാഷ്ട്രീയ സ്വഭാവം, പിന്നെ അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ അവിടെ വേണ്ടത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളുടെ കേപ്പബിലിറ്റി, പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ എംപ്ലോയബിലിറ്റി അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു. അതൊക്കെ കൃത്യമായിട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ തേടി, അതായത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലിയിലേക്ക് കയറാനുള്ള സാധ്യത തേടിയാണ് അവർ വിദേശത്തേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ പോകുന്നത്. അപ്പോൾ ഈ ബ്രെയിൻ ഡ്രെയിൻ രണ്ടാമതൊരു കാരണം. മൂന്നാമത്തെ കാരണമാണ് വ്യാവസായികമായ പിന്നോക്കാവസ്ഥ. അപ്പം വ്യാവസായികമായി എന്തുകൊണ്ട് പിന്നോക്കം നിൽക്കുന്നു? ഇവിടുത്തെ ഉയർന്ന കൂലിയാണ് ഒരു കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ILO നോക്കുകയാണെങ്കിൽ കേരളത്തിലെ കൂലി നല്ല കൂലിയാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ കൂലി വളരെ വലുതായ കൂലിയാണ്. പക്ഷേ കൂലി സാരമില്ല, മാന്യമായ കൂലി കൊടുക്കണം, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്നത് പോലെ. പക്ഷേ എന്താണ് പാടില്ലാത്തത്? നോക്കുകൂലി. ആ നോക്കുകൂലി കേരളത്തിൽ ഇഷ്ടംപോലെ അലയടിച്ച് കളിക്കുകയാണ് എന്നുള്ളതിൻ്റെ തെളിവല്ലേ കോവിഡ് കാലം? ഒന്ന് ആലോചിച്ച് നോക്കൂ. കോവിഡ് കാലത്ത് ISROയിലേക്ക് കൊണ്ടുവന്ന ആ എക്യുപ്മെൻറ്റ്സ് ഇറക്കണമെന്നുണ്ടെങ്കിൽ അതിന് ടെക്നിക്കലി ക്വാളിഫൈഡ്, അതിന് പറ്റുന്ന പരിചയസമ്പന്നരായ തൊഴിലാളികൾ വേണമായിരുന്നു. അത് നമ്മുടെ ട്രേഡ് യൂണിയനിലെ തൊഴിലാളികൾക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് ഇറക്കാൻ പറ്റില്ല. ശരി, അവർ നോക്കുകൂലി ചോദിച്ചു. ആ നോക്കുകൂലി കേസ് കോടതിയിൽ ചെന്നപ്പോൾ ദേവൻ രാമചന്ദ്രൻ എന്താണ് പറഞ്ഞത്? നിയമം കയ്യിലെടുക്കുകയല്ല, നിയമത്തിൻ്റെ വഴിക്ക് പോവുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നോക്കുകൂലി അവിടെ പരാമർശിക്കപ്പെട്ടു, അവിടെ വിമർശിക്കപ്പെട്ടു, അരുത് എന്ന് പറയപ്പെട്ടു കോടതിയെ കൊണ്ട്. അതിനു മുൻപ് തന്നെ നമുക്കറിയാം, കോട്ടയത്തെ ഒരു ബസ് ഓണറെ ചെകിട്ടത്തടിച്ചപ്പോൾ കോടതി പറഞ്ഞത് ആ ബസ്സിൻ്റെ പ്രശ്നമില്ലാതെ ഓടാൻ സമ്മതിക്കണമെന്ന് കോടതിയുടെ റൂളിംഗ് വന്നതിന് ശേഷവും ആ ബസ് ഓണറിൻ്റെ ചെകിട്ടത്തടിച്ചു തൊഴിലാളികൾ. അപ്പോഴാണ് കോടതി പറഞ്ഞത്, അതും ദേവൻ രാമചന്ദ്രൻ്റെ തന്നെയായിരുന്നു, ഇത് കോടതിയുടെ ചെകിട്ടത്തേറ്റ അടിയാണെന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ എത്രയെത്ര എക്സാമ്പിൾസ് കോവിഡ് കാലത്ത് ഈ തിരുവനന്തപുരത്ത് പേരൂർക്കടയിലേക്ക് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ട്രക്കിൽ വന്ന ഫുഡ് മെറ്റീരിയൽസ് ഇറക്കാൻ സമ്മതിക്കാതെ നോക്കുകൂലി ചോദിച്ച ചരിത്രമാണ് തിരുവനന്തപുരത്തിനുള്ള. അപ്പോൾ കേരളത്തിൽ മുഴുവൻ ഈ നോക്കുകൂലി പോലെയുള്ള വൃത്തികെട്ട സ്വഭാവം മാർക്സ് വരികയാണെങ്കിൽ തെരണ്ടി വാലുകൊണ്ട് അടിച്ചോടിക്കും ഇത്തരം തൊഴിലാളികളെ. അവരുടെ കൂലി എത്ര നല്ല കൂലിയും മേടിക്കട്ടെ, അതിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ നോക്കുകൂലി ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കരുത്. അപ്പോൾ ആ നോക്കുകൂലിയെ നീതി ആയോഗ് അത് പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഉയർന്ന കൂലിയും വ്യാവസായിക അന്തരീക്ഷവും ഇല്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് നടത്തിയ ഒരു മീറ്റിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രസംഗിച്ചത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാം സ്ഥാനത്താണെന്ന്. എത്രയോ കാലം മുൻപാണ്, അതായത് വേൾഡ് ബാങ്കാണ് തുടങ്ങിയത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വർക്കൗട്ട് ചെയ്യൽ. അവർ നിർത്തി, വേൾഡ് ബാങ്ക് നിർത്തി, നീതി ആയോഗവും അത് നടപ്പാക്കുന്നില്ല. എന്നിട്ട് മുഖ്യമന്ത്രി പറയുക ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാം സ്ഥാനത്താണ്. അദ്ദേഹം ഭാവനയിൽ വികസിപ്പിച്ചെടുത്ത ഒരു റാങ്കിങ് ആയിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 1.5 വർഷം മുൻപ് ഇങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് വന്ന് അതിനെ എല്ലാവരും പറഞ്ഞതാണ്, അത് നിർത്തലാക്കി പോയതാണ്. അപ്പോൾ അതിനി പ്രസക്തിയിരുന്നു. എന്നിട്ടും അദ്ദേഹം ഇപ്പോഴും അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പോട്ടെ, നമുക്ക് അതിൽ കൂടുതലൊന്നും ഇതുപോലെയുള്ളവരെ മുഖ്യമന്ത്രിമാരിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഫ്രീ ബീസ് വാഗ്ദാനം ചെയ്ത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻ ജയിക്കണമെന്ന് കരുതി. അപ്പോൾ എന്നിട്ട് എന്ത് സംഭവിച്ചു? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷനിൽ വലിയ പിന്നോട്ട് പോകുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഫ്രീ ബീസ് കൊടുത്തത് കൊണ്ടൊന്നും വിവരമുള്ള ജനത്തെ പാട്ടിലാക്കാൻ പറ്റില്ല. വിവരമുള്ള ജനത്തെ, യുക്തിസഹമായി ചിന്തിക്കുന്ന ജനത്തെ പാട്ടിലാക്കണമെങ്കിൽ നല്ല ഗവേണൻസ് വേണം. എന്ന് വെച്ചാൽ ഭരണത്തിലേറുന്നതിന് ശേഷം ഭരണത്തിൽ നിന്ന് പിരിയാൻ നേരത്തല്ല വാഗ്ദാനങ്ങളും കൊണ്ട് വരേണ്ടത്, ഫ്രീ ബീസും കൊണ്ട് വരേണ്ടത്. ഭരണത്തിൽ കയറിയാൽ ഉടനെ തന്നെ ഫ്രീ ബീസ് തട്ടിക്കളഞ്ഞിട്ട് ഇലക്ഷൻ വാഗ്ദാനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന, മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെ ഒന്നൊന്നായിട്ട് നടപ്പിലാക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുന്ന ഗവൺമെൻറ്റിനാണ് വീണ്ടും വരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുന്നു, LDF ഗവൺമെൻറ് ചോദിക്കുന്നു, ഞങ്ങൾ 2ാം വട്ടം വന്നില്ലേ, അതെന്തുകൊണ്ടാണ്? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, കോവിഡ് കാലം. കോവിഡ് ആണ് അവരെ കനിഞ്ഞത്. എങ്ങനെയാണ് കോവിഡ് അവരെ കരിഞ്ഞത്? 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട്, UPA ഗവൺമെൻറ് കൊണ്ടുവന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ആ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്താണ് പറയുന്നത്? ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായാൽ മുഴുവൻ ജനതയ്ക്കും, അതല്ലാതെ മഞ്ഞ കാർഡുകാർക്കും നീല കാർഡുകാർക്കും മാത്രമല്ല, മുഴുവൻ ജനതയ്ക്കും എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം താഴെ തട്ടിൽ നിന്ന് മുകളിലേക്കുള്ള 68% ജനം, ആ 68% ജനങ്ങൾക്കും ഭക്ഷണം സെക്യൂർ ആയിരിക്കണം, അവരുടെ അവകാശമായിരിക്കണം. എന്ന് വെച്ചാൽ അരി, ഗോതമ്പ്, ആട്ട, 5 തരം പയറുവർഗ്ഗങ്ങൾ, പാചക എണ്ണ, പഞ്ചസാര, ഇത്രയും സാധനങ്ങളാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒന്നൊന്നായിട്ട് എണ്ണി പറയുന്നത്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കണം താഴെ തട്ടിൽ നിന്ന് തുടങ്ങുന്ന 68% ജനങ്ങൾക്കെന്നാണ്. അങ്ങനെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഇഷ്ടം പോലെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ആ സാധനങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചണും ഫ്രീ ഗിഫ്റ്റും, അതായത് പാക്കറ്റ്സും, അതായത് ഇലക്ഷൻ ആയപ്പോഴേക്കും എല്ലാ വീടുകളിലും സഖാക്കൾ കയറി ഇറങ്ങി കിറ്റ് കൊടുത്തു. കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും. കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് വെച്ചാൽ സർവ്വജനങ്ങൾക്കും കുടുംബശ്രീ വഴിയായിട്ട്, അവരുടെ അടുക്കള വഴിയായിട്ട് അവർ ആഹാരം, കുടുംബശ്രീ അടുക്കളകൾ വഴിയായിട്ട്, സ്റ്റാർട്ടപ്പ് വഴിയായിട്ട് ആഹാരം ഒരുക്കി കൊടുത്തു. അതിനുവേണ്ടി ഗവൺമെൻറ് 20,000 കോടി അന്ന് സംസ്ഥാന ഗവൺമെൻറ് ഈ കോവിഡിനെ വേണ്ടി, കോവിഡ് അഫക്റ്റഡ് ആയിട്ടുള്ള സംസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ചു. അതിലെ 5,000 കോടി നേരെ കൊടുത്തത് കുടുംബശ്രീക്കാണെന്ന് ഓർക്കണം. എന്തിനാണ് അങ്ങനെ 5,000 കോടി കുടുംബശ്രീക്ക് കൊടുത്തത്? ഈ കമ്മ്യൂണിറ്റി കിച്ചൺസ് നടപ്പിലാക്കുന്നതിന്, നടത്തിക്കൊണ്ട് പോകുന്നതിന്. അങ്ങനെ അവരെ ചേർത്ത് നിർത്തി, അവരെ കൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തി എല്ലാവരെയും, അതായത് ആരും പട്ടിണി കിടക്കാതെ എല്ലാവർക്കും സുഭിക്ഷമായിട്ട് ആഹാരം കിട്ടുന്ന ഒരു രീതി കൊണ്ടാക്കാൻ പറ്റി. അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ വന്നപ്പോഴേക്കും വീടാന്തരം കിറ്റുമായി. അതിന് റേഷൻ കടക്കാർ ഇപ്പോഴും സമരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾക്ക് അന്ന് തരാമെന്ന് പറഞ്ഞിരുന്ന അതിനുള്ള ഈ കിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ച പണം ഇതുവരെ പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോഴും അവർക്ക് കോടിക്കണക്കിന് കിടക്കുകയാണ് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ഈ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും കൊണ്ടാണ് 2ാമത്തെ ഭരണത്തിലേക്ക് പിണറായി വിജയൻ വന്നത്. അതല്ലാതെ പിണറായി വിജയൻ്റെ ഭരണം മികവ് കൊണ്ടല്ല എന്നുള്ളത് ഇവിടെ ഇതനുഭവിച്ച മനുഷ്യർക്ക് മുഴുവനും അറിയാം. പിണറായി വിജയൻ ഗവൺമെൻറ് മാത്രമാണ് അത് മറച്ചു വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ 2ാം ഭരണത്തിൽ വന്നു. ഇനിയിപ്പോൾ 3ാം ഭരണത്തിൽ വരണം. 3ാം ഭരണത്തിൽ വരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വന്നപ്പോഴേക്ക്
10,000 കോടിയുടെ ഫ്രീ ബീസ് ഡിക്ലെയർ ചെയ്തു, അത് നടപ്പാക്കി. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നവകേരള സർവേ എന്നും പറഞ്ഞൊരു സർവേ തുടങ്ങാൻ പോയത്, അത് ആരംഭത്തിൽ കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും അതിലും കോടതി തന്നെ ഇടപെട്ട് നിർത്തലാക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. കാരണം അത് ഗവൺമെൻറ് ഖജനാവ്, ഓർമ്മിക്കുക, ഈ വർഷം ഇപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാത്രമേ ബില്ലുകൾ മാറാവൂ. 5 ലക്ഷത്തിൽ മുകളിലുള്ള ഒരു ബില്ല് പോലും പാസ്സാക്കരുത് എന്ന് ഫിനാൻസ് വകുപ്പ് ട്രഷറിക്ക് കടുത്ത നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അത്ര വലിയ ധനപ്രതിസന്ധിയിലാണ്. പക്ഷേ ഇവർ ഇങ്ങനെ ധനപ്രതിസന്ധിയൊക്കെ ആണെങ്കിലും മാർച്ച് ഇലക്ഷൻ ഡിക്ലെയർ കഴിയുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇവരുടേതായ ഇനിയും കുറേ ഫ്രീ ബീസിൻ്റെ ഡിക്ലറേഷൻ വരും. പക്ഷേ അതിനും ഒരു തടസ്സമായി നിന്നേക്കാം തീർച്ചയായിട്ടും കോടതിയുടെ ഈ ഇടപെടൽ. അപ്പോൾ കോടതി എന്താണ് ആഗ്രഹിക്കുന്നത്? ഫ്രീ ബീസ് കൊടുത്ത് മനുഷ്യരെ മടിയന്മാരാക്കുകയല്ല വേണ്ടത്. അതായത് ബീഹാറിൻ്റെ ഇലക്ഷൻ സമയത്ത് ജസ്റ്റിസ് ഗവായ് പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതി ആവർത്തിക്കുന്നത്. അന്ന് ജസ്റ്റിസ് ഗവായ് പറഞ്ഞതും ഇതായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5.5 കോടിയോളം സ്ത്രീകൾക്ക് 10,000 രൂപ വീതമാണ് അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് ഇലക്ഷന് മുൻപ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സുഖമായിട്ട് പാട്ടും പാടി BJPയുടെ സഖ്യകക്ഷി ബീഹാറിൽ ജയിച്ചു. അപ്പം ബീഹാറിൽ സംഭവിക്കുന്നത് BJP ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിന് സന്തോഷമാണ്. പക്ഷേ ഇലക്ഷൻ വരാനിരിക്കുന്നതിൽ ഒരിടത്ത് മാത്രമേ BJP ഗവൺമെൻറ് ഉള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ഇതര കക്ഷികളുടെ ഗവൺമെൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഇതിൽ ഈ ഫ്രീ ബീസ് കൊടുത്ത് ജയിക്കുന്നതിൽ ഇഷ്ടക്കേടുണ്ട്, അനിഷ്ടമുണ്ട്, അഥവാ ഭയമുണ്ട്. അന്ന് ജസ്റ്റിസ് ഗവായ് പറഞ്ഞത് പോലെ തന്നെ ഇപ്പോൾ വീണ്ടും കോടതി ഇടപെട്ട് പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ ജനം കോടതിയോട് സഹകരിക്കുക. കാരണം കോടതി പറഞ്ഞിരിക്കുന്നത് ഫ്രീ ബീസ് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. അൺകോൺസ്റ്റിറ്റ്യൂഷണലായ ഒരു രീതിയിലൂടെ ജയം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും അത് തെറ്റാണ്. അത് തെറ്റാണെന്ന് മാത്രവുമല്ല, ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണ്? അത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലാണ് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുക, തൊഴിൽ സൃഷ്ടിക്കുക, അവരുടെ ജീവിത നിലവാരം ഉയർത്തുക. അതല്ലാതെ ഇലക്ഷൻ ഭരണം വിട്ട് ഇറങ്ങിപ്പോകാൻ സമയത്ത് അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും ഫ്രീ ബീസ് കൊടുത്ത് വീണ്ടും ഭരണം പിടിക്കാനുള്ള കുൽസിത തന്ത്രമല്ല വേണ്ടത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതിക്ക് നമുക്ക് നമോഭാഗം അർപ്പിക്കാം.